ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ എക്സ്പ്ലോറിംഗ് ഹൊറിസൺ. അപ്പം പാണ്ടിക്കാട് നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു സസ്പെൻഷനിൽ നിൽക്കട്ടെ കാര്യങ്ങളൊക്കെ, ബാക്കി വഴിയെ കാണാം. ഇതാ ഇപ്പോൾ ഞാൻ പാണ്ടിക്കാട് നിന്ന് മേലാറ്റൂർ, തൂവൂർ ഒക്കെ കടന്ന് മണ്ണാർക്കാടിലെത്തി. മണ്ണാർക്കാട് ബസ് സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാടിൽ നിന്നും ആനക്കട്ടിയിലേക്ക് പോകുന്ന ബസ്സിൽ ഞാൻ കയറുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, അവിടുത്തെ ജനനിബിഡമായ കാഴ്ചകൾ, അതുപോലെ തന്നെ ഡ്രൈവർ പോകാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ ഞാൻ നേരെ മണ്ണാർക്കാട് നിന്നും കുറച്ച് ദൂരം പോയി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. അതായത് എനിക്ക് സുപരിചിതമായ റൂട്ടാണ് ഈ ആനൈക്കട്ടി അട്ടപ്പാടി മേഖല എന്ന് പറയുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ഒരു ഫാമിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പം ഈ റൂട്ടിലൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഈ ഒരു മേഖല സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഇഷ്ടമുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ കാല യാത്രയിൽ ഞാൻ ബാക്കി വെച്ച ഒരു യാത്രയുടെ പൂർത്തീകരണത്തിന് കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്രക്ക് തയ്യാറായത്. എന്താണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ കഴിഞ്ഞ യാത്രയിൽ ആനൈക്കട്ടി വരെ പോയി തിരിച്ചു പോരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും മേട്ടുപ്പാളയത്തിലേക്ക് ബസ് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് പ്രത്യേക സാഹചര്യം കാരണം എനിക്കത് പോകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ് അവസാനം നമ്മളിതാ അട്ടപ്പാടി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഇവിടെ നല്ല രസമുള്ള ഒരു സൈറ്റ് സീൻ ഏരിയ ആണ്. നമുക്ക് ഫാമിലിയോടൊത്തൊക്കെ വരാൻ പറ്റിയൊരു ഏരിയയാണ്. ഈ ഐസുകാരൻ എപ്പോഴും ഇവിടെ കാണും. അതുപോലെ തന്നെ കുറച്ച് കുരങ്ങന്മാരും, പിന്നെ ആനകളൊക്കെ ചില സമയങ്ങളിൽ ഇവിടെ ഇറങ്ങാറുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതിലെ പാസ് ചെയ്യുന്ന സമയത്ത് ആനയൊക്കെ ഇതിലെ ക്രോസ് ചെയ്തതായിട്ട് ഓർക്കുന്നു. ഏതായാലും ഞാൻ മുക്കാലി എന്ന ചെക്ക് പോസ്റ്റ് കടന്നു. മുക്കാലിയിലാണ് നമുക്ക് സൈലൻറ്റ് വാലി ബഫർ സോൺ ഏരിയ ആയിട്ട് ഉള്ള ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് പ്രത്യേക ട്രക്കിങ്ങിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈലൻറ്റ് വാലിയിലൂടെ ഒരു യാത്ര പോകാം. ഏതാണ്ടൊരു 5-8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. ആ ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളെയൊക്കെ കാണാം. അതുപോലെ തന്നെ അത് കാടിൻ്റെ അവസാനത്തിൽ ഒരു വലിയ ടവർ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ടവറിൽ കയറുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പരിസരവും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ വന്യമായ ആ ഒരു സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. സൈലൻറ്റ് വാലി എന്നാൽ നിശബ്ദ താഴ്വര എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ചീവീടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൈലൻറ്റ് ഏരിയ. പക്ഷേ ഇപ്പോൾ അവിടെ ചീവീടുകൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളത് കാരണം നിശബ്ദ ഏരിയ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ഞാൻ യാത്ര തുടരുകയാണ്. ഇപ്പോൾ കൽക്കണ്ടി എന്ന ഒരു ഏരിയ പിന്നിട്ട് പോയിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ കൂടി 20-25 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാലാണ് നമുക്ക് ആനൈക്കട്ടി എത്താൻ സാധിക്കുക. ഈ കൽക്കണ്ടി ടു ആനൈക്കട്ടി ഏരിയ എന്ന് പറയുന്നതും വളരെ രസകരമുള്ള ഒരു മൊട്ടക്കുന്നുകളും മലയോരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഹൈലാൻഡ് ഏരിയ ആയിട്ടാണ് കാണുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ജപ്പാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിൻഡ് മില്ല്, കാറ്റാടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പോകുന്ന അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
അപ്പം മാത്രമല്ല ആദിവാസി പ്രാക്തന വിഭാഗങ്ങളുടെ ഒരു പ്രത്യേക ഏരിയ കൂടിയാണ് ഇത്. അപ്പോൾ അവരുടെ സാംസ്കാരികവും അതുപോലെ തന്നെ അവരുടെ കൾച്ചർ പരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏരിയകളൊന്നുമില്ല. അതിന് പകരമായിട്ട് ഇവിടുത്തെ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. അപ്പം ഈ അട്ടപ്പാടിയിൽ വരുന്നവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ അതൊന്നും കാണുവാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധിക്കില്ല. അതിന് പകരമായി നമ്മൾ ആ ഏരിയയിലൂടെയുള്ള ഒരു യാത്ര തന്നെ അവരെക്കുറിച്ച് അടുത്തറിയുവാനും അതുപോലെ തന്നെ ആദിവാസി പ്രാക്തന വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യവും നമുക്കവിടെ ഫീൽ ചെയ്യും. അവരുടെ ആ നിഷ്കളങ്കവും അതുപോലെ തന്നെ അവരുടെ ആ പെരുമാറ്റവും ഒക്കെ നമുക്ക് ആസ്വദിക്കുവാനും അതുപോലെ തന്നെ അടുത്തറിയുവാനും സാധിക്കും. അങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി, ഇത് എനിക്ക് തോന്നുന്നത് ഗൂളിക്കടവ് എന്ന ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകളൊന്നും അറിയത്തില്ല. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ നുകരുന്നു. അപ്പോൾ നമുക്ക് കണ്ണിൽ പെടുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ അറിയുകയുള്ളൂ. ഗൂളിക്കടവ് അതുപോലെ തന്നെ താവളം, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുക്കാനൊന്നുമില്ല. ഏതായാലും ഞാൻ അവസാനം ആനക്കട്ടി എത്തിയിരിക്കുന്നു. ആനക്കട്ടി നമ്മുടെ കേരളത്തിൻ്റെ അവസാനത്തെ ബോർഡറാണ്. ആ ബോർഡറിൽ നിന്നാണ് ഈ ഒരു സീന് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബോർഡർ അതിരിട്ട് നിൽക്കുന്നത് ഒരു പാലമാണ്. ഈ പാലം കഴിഞ്ഞാൽ അപ്പുറം തമിഴ്നാടും അപ്പുറം കേരളവുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഏതാണ്ട് ഒരു 1 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ എത്തിച്ചേർന്നു. 1:30 ആയപ്പോൾ ഞാൻ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ നല്ലൊരു ഭക്ഷണത്തിന് വേണ്ടി പരതി. പക്ഷേ അവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊന്നും കണ്ടില്ല. അതിന് പകരമായിട്ട് ഒരു ബേക്കറിയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഏതാണ്ടൊരു ക്ഷേത്രത്തിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ചെറിയ അങ്ങാടിയും ഒക്കെ ഉണ്ട്. ആ അങ്ങാടിയുടെ അടുത്ത് ഒരു ബേക്കറി കണ്ടു. ആ ബേക്കറിയിൽ നിന്നും ഒരു സ്നാക്കും അതുപോലെ തന്നെ ചായയും കഴിച്ച് തൽക്കാലം ഞാൻ വിശപ്പ് ശമിപ്പിച്ചു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങിയപ്പോഴേക്കും നമ്മുടെ KSRTCയുടെ ഒരു മേട്ടുപ്പാളയം ബസ് ഭാഗ്യവശാൽ എനിക്ക് കിട്ടി. ഏതാണ്ട് ഒരു 1:30-1:45 കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ആ KSRTC ബസ്സിൽ കയറി നേരെ മേട്ടുപ്പാളയത്തിലേക്ക് പോവുകയാണ്. മേട്ടുപ്പാളയത്തിലേക്ക് പോകുന്നത് എനിക്ക് ആദ്യാനുഭവമായിട്ട് വരും. അങ്ങനെ മേട്ടുപ്പാളയത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് രസമുള്ള കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് ഒരു തമിഴ്നാടിൻ്റെ ചുയ. പ്രധാനമായിട്ടും വാഴക്കൃഷി അതുപോലെ തന്നെ കരിമ്പ് കൃഷി, ഇങ്ങനെ കണ്ട കൃഷികളൊക്കെയാണ് അവിടെ കാണാൻ സാധിച്ചത്. തെങ്ങ് കൃഷിയും കാണുവാൻ സാധിച്ചു. പക്ഷേ കായ്ഫലം വളരെ കുറവായിട്ട് കണ്ടു. ഏതായാലും ഞാൻ മേട്ടുപ്പാളയത്തിലെത്തി. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവിടെ ട്രെയിനൊക്കെ കാത്തു കിടക്കുന്നതായിട്ട് കണ്ടു. ഹെറിറ്റേജ് ട്രെയിനല്ല കണ്ടത്. സാധാരണ എനിക്ക് തോന്നുന്നത് ഇത് കോയമ്പത്തൂരിലേക്കൊക്കെ പോകുന്ന ട്രെയിനാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ട്രെയിൻ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. നേരെ ഇൻഫർമേഷൻ സെൻറ്റർ ലക്ഷ്യമാക്കി നടന്നു പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇൻഫർമേഷൻ സെൻറ്ററിൽ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഇനി ഉദകമണ്ഡലത്തിലേക്ക് ട്രെയിൻ ഇല്ല എന്നറിഞ്ഞു. എനിക്ക് വളരെയധികം നിരാശയായി. ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു ട്രിപ്പ് തന്നെ തിരഞ്ഞെടുത്തത് അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഉദകമണ്ഡലം ഊട്ടിയിലേക്ക് ട്രെയിൻ ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ ആകെ നിരാശനായി. എങ്കിലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം എനിക്ക് മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് ഒരു ബസ് കിട്ടി. ഒരു TNRTC തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു വണ്ടി കിട്ടി, ചുരുക്കി പറഞ്ഞാൽ.
അങ്ങനെ എന്തായി, ഞാൻ വണ്ടി കയറി ഊട്ടിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ഏതാണ്ട് 55 രൂപയോ എന്തോ ആവുന്നു, എന്തോ ആണ് ബസ് ഫെയർ എനിക്ക് വന്നത്. അങ്ങനെ നേരെ നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇനി ഈ ഒരു റൂട്ടിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പോകുന്ന ഹെറിറ്റേജ് ട്രെയിന് ഒരു തുരങ്കത്തിലൂടെ ഒരു മല തുരന്ന് നേരെ ഊട്ടിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സംഭവം. പക്ഷേ ബസ്സിലാണെങ്കിൽ ആ മലയുടെ മുകളിലൂടെ യാത്ര ചെയ്ത് ഊട്ടിയിലെത്തും. ഇതാണ് അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏതായാലും ഞാൻ ആ മേട്ടുപ്പാളയം ടു ഊട്ടി റോഡ് വളരെ രസകരമായ രീതിയിൽ ഞാൻ ആസ്വദിച്ചു. ഒരുപാട് കാഴ്ചകൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഏരിയ, ഏതാണ്ട് ഒരു 15 ഹെയർ പിൻ ബെൻഡ് കയറിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഊട്ടിയുടെ പ്രാന്തപ്രദേശത്തിലെത്തി. അപ്പോൾ എന്നെ വരവേറ്റത് യൂക്കാലിപ്സ് മരങ്ങളായിരുന്നു. വർഷങ്ങൾ മുമ്പ് വെച്ച് പിടിപ്പിച്ച യൂക്കാലിപ്സ് മരം ഇപ്പോൾ പടുകൂറ്റൻ മരങ്ങളായി അവിടെ വളർന്നു നിൽക്കുന്നു. മാത്രമല്ല അതിനെ പൊതിഞ്ഞ് ഒരുപാട് മഞ്ഞിൻ്റെ അവസ്ഥയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 6:30-7 മണിയായപ്പോഴേക്കും ഞാൻ ഊട്ടി നഗരത്തിലെത്തി. ഊട്ടി നഗരത്തിലെത്തിയപ്പോൾ കിട്ടിയ ഈ ഒരു വീഡിയോസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസാണ്. കാരണം ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം തന്നെ നമുക്ക് വളരെ രസകരമായി തോന്നുന്നു. അതായത് നീല നിറത്തിലുള്ള ആകാശം, അതുപോലെ തന്നെ ആ ഒരു അന്തരീക്ഷം, കൊടും തണുപ്പ്, പിന്നെ നല്ല രീതിയിലുള്ള മഴയും അനുഭവപ്പെട്ടു. ഏതായാലും അങ്ങനെ രാത്രി ഞാനിനി ഒരു ലോഡ്ജൊക്കെ എടുത്ത് അവിടെ ഉറങ്ങി. പിറ്റേന്ന് എണീറ്റ് ഊട്ടി നഗരം ഒന്നുകൂടി ഷൂട്ട് ചെയ്യുന്നു. നമ്മുടെ മഹാനായ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നു. അദ്ദേഹം ശ്രീ പെരുമ്പത്തൂരിൽ 1991 അങ്ങാണ്ടത്തെ അദ്ദേഹം അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടി നഗരത്തിലൂടെ ഞാൻ യാത്ര തുടരുന്നു. ഇത് ഒരു പ്രത്യേക രസം കാഴ്ചയാണ്. അതായത് പോത്തുകൾ റോഡ് കൈയടക്കിയ രംഗം എനിക്കവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ആ ഹെറിറ്റേജ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ റിസപ്ഷനിൽ നിന്നും ഞാനൊരു കാര്യം അറിഞ്ഞു. അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഹെറിറ്റേജ് ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു. എങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ആ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നു. പ്രൗഢഗംഭീരമായ ഒരു കെട്ടിടം, കാണുവാൻ തന്നെ നല്ല രസം. അതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ, അങ്ങനത്തെ രസകരമായ കാഴ്ചകൾ എന്നെ അവിടെ വരവേൽക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഓടിക്കിതച്ച് ആ ട്രെയിനിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. അപ്പോൾ ട്രെയിന് ചൂളം വിളിച്ച് പോവാൻ ഒരുങ്ങി നിൽക്കുന്നു. യാത്രക്കാരൊക്കെ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നു. സ്റ്റേഷൻ മാസ്റ്ററോട് ഞാനൊരു വിഫല ശ്രമം നടത്തി നോക്കി ഒരു ടിക്കറ്റ് കിട്ടുമോ എന്നറിയാൻ. പക്ഷേ യാതൊരു കാരണവശാലും ടിക്കറ്റ് കിട്ടില്ല എന്നറിഞ്ഞു. അതോടുകൂടി ഞാൻ വീണ്ടും നിരാശനായി. പക്ഷേ ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ കാലത്ത് ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞാൻ മേട്ടുപ്പാളയത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്ര അത്ര പ്രാധാന്യമുള്ളതല്ല എന്ന് ഞാൻ സ്വയം എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി. ഇത് 1900 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റേ മേട്ടുപ്പാളയം മല തുരന്ന് ഒരു തുരങ്കത്തിലൂടെ ഏതാണ്ട് 2-3 കിലോമീറ്റർ യാത്ര ചെയ്ത് മേട്ടുപ്പാളയത്തെത്തുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് അടുത്ത കാലത്തായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത് ആവി കൊണ്ട് ഓടുന്ന ഒരു ട്രെയിനായിട്ടാണ് കണ്ടത്. ആവി എഞ്ചിനാണ് ഇതിന് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും യാത്രക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. ഞാൻ അവിടെ ഏകാന്തനായി ഇത് നോക്കി നിന്നു കുറച്ചു നേരം. ഇതാണ് ഉദകമണ്ഡലം എന്ന് പറയുന്നത്, ഊട്ടിയുടെ പ്രാന്തപ്രദേശം. അങ്ങനെ
അവിടെ നിന്ന് തിരിച്ചു പോന്ന് ഞാൻ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഈ ഒരു ഗാർഡൻ തന്നെയാണ്. വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ അതവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. കൊളോണിയൽ ബിൽഡിങ്ങുകളാണ് നമ്മളെ ആദ്യമായി വരവേൽക്കുന്നത്. ഒരു പ്രണയോദരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ഒരു ഗാർഡൻ എത്ര നേരം വേണമെങ്കിലും നോക്കി നിന്നാൽ നമുക്ക് മതിയാകില്ല. അവിടുത്തെ ആ പുൽത്തകിടി, അതുപോലെ തന്നെ ആ ഒരു തണുത്ത അന്തരീക്ഷം, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, വിവിധ തരം കൾച്ചറുകൾ, ഇതൊക്കെ നമുക്കവിടെ ആസ്വദിക്കാൻ സാധിക്കും. പ്രകൃതി കനിഞ്ഞരുളിയ ഈ ഒരു പ്രദേശം എത്ര നേരം നോക്കി നിൽക്കാനും അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നമുക്ക് സന്ദർശിച്ചാലും മതി വരാത്ത രീതിയിലുള്ള ഒരു ആംബിയർ അവിടെ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും. പ്രത്യേകിച്ച് പൂക്കളുടെ ഒരു പൂക്കാലം തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഏത് സമയത്ത് ചെന്നാലും പൂക്കളുടെ ഒരു മായാപ്രപഞ്ചം നമുക്ക് ചുറ്റും കൂടി നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഓർമ്മകളും അതുപോലെ തന്നെ ചിന്തകളും നമ്മളെ വേട്ടയാടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ഫീലിങ്സ് ഓഫ് ലോൺലിനെസ് നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കും. ഇതവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഉഷ്ണമേഖലാ ചെടികൾ ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അവിടെ ഇതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവ് പണിതിട്ടുണ്ട്. ആ ബംഗ്ലാവിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ബ്രിട്ടീഷുകാരുടെ സംഭാവനയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ പേരിപ്പോൾ രാജ്ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ വേറെന്തൊക്കെയോ പേരായിരുന്നു. സർ ആർതർ വെല്ലസ്ലി പ്രഭു ഗേറ്റ് എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ, എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഗേറ്റിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഗേറ്റിൻ്റെ ഗോവണിപ്പടികളൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഒരു കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് എന്നെ നടത്തിക്കൊണ്ടുപോയി എന്ന് പറയാം. ഞാനവിടെ പഴയ സായിപ്പുമാരുടെ പ്രേതങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചു. കാരണം അവരുടെ ആത്മാവ് ഇപ്പോഴും അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അവരുടെ ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ്, നൊസ്റ്റാൾജിക് അനുഭവങ്ങളൊക്കെ ഈ ഒരു ഗോവണിപ്പടികളിലും ഈ ഒരു കെട്ടിടത്തിലും തങ്ങി നിൽക്കുന്നതായിട്ട് ചുവരുകൾ എന്നോട് പറഞ്ഞു. ഞാൻ ആ കാഴ്ച വളരെ ഗൃഹാതുരത്തോടു കൂടി നോക്കി നിന്നു. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള അന്തേവാസികൾ പ്രാവുകളാണ്. പ്രാവുകളൊക്കെ അവിടെ അപ്പിയിട്ട് ആകെ നാശകൂശമാക്കിയിട്ടുണ്ട്. എങ്കിലും ഇവിടേക്ക് നിൽക്കുമ്പോൾ ആരൊക്കെയോ ഏതോ ഒരു രാജ്ഞി, ഇംഗ്ലണ്ടിലെ ഒരു രാജ്ഞി നടന്നു വരുന്നതായിട്ടൊക്കെ തോന്നുന്നു. അങ്ങനെ ഏതായാലും അവിടുന്ന് ഇറങ്ങി നേരെ ലോഡ്ജിൽ ചെന്ന് എൻ്റെ പാക്കുകളും അതുമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു. റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ കോത്തഗിരി ബസ്സിലേക്ക് കയറി. കോത്തഗിരി ബസ് എന്ന് പറയുമ്പോൾ ദൊഡ്ഡപേട്ട എന്നൊരു സ്ഥലമുണ്ടത്രേ അവിടെ. ഈ പറയുന്ന സ്ഥലം തന്നെയാണ് ആ സ്ഥലം. ആ സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ ദൊഡ്ഡപേട്ടയിലെത്തിയപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചകളാണ്. ഒരു 3 ജംഗ്ഷന്. ഒരു ജംഗ്ഷന് ഏതോ ഒരു പ്രൈവറ്റ് റോഡ്, മറ്റേ ജംഗ്ഷൻ നേരെ കോത്തഗിരി വഴിയിലേക്ക് പോകും. കോത്തഗിരി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഹൈ റേഞ്ച് ഏരിയ ആണ്. അടിപൊളി കോടനാട് വ്യൂ പോയിൻ്റൊക്കെ അവിടെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഏതായാലും ഒരു ജീപ്പിന് വേണ്ടി പരതി. അപ്പോൾ ജീപ്പുകൾ അവിടെ ഒരു 8-10 എണ്ണം നിരനിരയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു. പക്ഷേ ആളുകൾ കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അവിടെ കാണാൻ സാധിച്ചത്. കാരണം ഈ കോത്തഗിരി റൂട്ടിലേക്ക് ബസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇടയില്ലാതെ ബസ് ഈ റൂട്ടിലില്ല. അതിന് പകരമായിട്ട് ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇടവിട്ടാണ് അവിടേക്ക് ബസ്സുള്ളത്. അപ്പോൾ ആ ബസ്സിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനായി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജീപ്പിന് നമ്മൾ 10 പേര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 100-150 രൂപേൻ്റെ ഉള്ളിൽ ജീപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഒരു 6-7 പേര് അടങ്ങിയ ഒരു ടീമിനെ കിട്ടി. ആ ടീമിൻ്റെ കൂടെ നേരെ ദൊഡ്ഡപേട്ടയിലേക്ക് യാത്ര ചെയ്യുന്നു.
അത് ഒരു മായാപ്രപഞ്ചം ഇതിനേക്കാൾ രസകരവും അതുപോലെ തന്നെ ഗ്രഹാതുരതയും ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്, ഫീലിംഗ് ഓഫ് ലോൺലിനെസ്, റൊമാൻറ്റിക് മൂഡ് ഒക്കെ ആയിട്ട് തോന്നി. അതായത് നമുക്കിഷ്ടപ്പെട്ട ആളുകളോട് കൂടെ കൈയൊക്കെ പിടിച്ച് അതിൽ നടന്നു പോവുക, അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുക, അതുപോലെ തന്നെ ആ ഒരു പ്രകൃതിയുടെ മാസ്മരികത അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അത് വളരെ രസകരമായിരിക്കും. പക്ഷേ ഞാൻ സന്തോഷ് ജോർജ് ഒരു ഒരു മൂഡിലാണ് യാത്ര തുടരുന്നത്. അതായത് ഏകാന്തനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്ന ഒരു 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 മനസ്ഥിതിയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ ആ പീക്കിലെത്തിയിരിക്കുന്നു. പീക്ക് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി, അതായത് ഊട്ടിയുടെ മൊത്തം കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയെ പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞ് കണങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞിൻ്റെ കൂടാരങ്ങൾ. ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് പാട്ട് മനസ്സിലേക്ക് ഓടി വരികയും ഞാനത് പാടുകയൊക്കെ ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ വഴിയെ പിന്നീട് പറയാം. അപ്പോൾ ഇത് അവിടെ ഇതുപോലെ തന്നെ ഒരു ടവർ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നു. ഈ ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ ആ പീക്കിൻ്റെ കാഴ്ച ഒന്നും കൂടി രസകരമായി അനുഭവിക്കാം. ഇവിടെയൊക്കെ ഒരു മണിക്കൂർ നേരമൊക്കെ ചിലവഴിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ മാസ്മരിക ഭാവം നമുക്ക് മൊത്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സമയം എന്ന ഒരു പ്രശ്നം ഉള്ളത് കാരണം ഞാൻ കൂടുതൽ നേരം അവിടെ ചിലവഴിച്ചില്ല. എങ്കിലും കിട്ടിയ സമയം ഞാൻ അവിടെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും അവിടുത്തെ കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുകയുണ്ടായി. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സവിനയം സമർപ്പിച്ചു കൊള്ളുന്നു. സ്വീകരിച്ചാലും. അപ്പോൾ എൻ്റെ സംസാരവും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും ഒരു അമേച്ചർ മോഡിൽ കണ്ടാൽ മതി. ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടി നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കരുത്. കാരണം എനിക്കതിനുള്ള കഴിവില്ല. ഞാൻ കാണുന്നത് എൻ്റേതായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഏതായാലും ഈ കോടമഞ്ഞും അതുപോലെ തന്നെ മഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്ന ആ ഒരു താഴ്വരയും അതിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് മനുഷ്യരും അവരുടെ ഫീലിങ്സുകളും അതുപോലെ തന്നെ അവരുടെ സന്തോഷവും എല്ലാം ഞാൻ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ താഴ്വരയിലേക്ക് ഏതാനും നിമിഷം നോക്കി നിന്നു. എന്തൊക്കെയോ വല്ലാത്ത ഫീല് എന്നെ പിടികൂടുകയുണ്ടായി. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ സ്വയം അനുഭവിക്കാം, അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇനി അധികം സമയമില്ല, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഈ ഒരു പ്രദേശത്തിൻ്റെ രസകരമായ അനുഭവം നിങ്ങൾ ആസ്വദിക്കുക, അത്രമാത്രം. ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഊട്ടിയോട് വളരെ സങ്കടത്തോടു കൂടി വിട ചൊല്ലിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.